ചൈനയിലെ കമ്മ്യൂണിസത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ശ്രീനിവാസൻ. വൻമതിൽ സന്ദർശനത്തിനിടെയുള്ള ശ്രീനിവാസൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. ജനാധിപത്യമില്ലാത്ത, മതേതരത്വമില്ലാത്ത, മതസ്വാതന്ത്ര്യമില്ലാത്ത, തികച്ചും ലോകത്തെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നങ്ങളെ അടിച്ചമർത്തുന്ന, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യം അത് ചൈനയാണ്. ചൈനയ്ക്കൊപ്പം ചൈന മാത്രം. എല്ലാ വികസനങ്ങളും മുന്നോട്ട് പോകണമെങ്കിലും മനുഷ്യന് അവിടെ വിലയില്ല. മനുഷ്യൻ്റെ വില അടിമകൾക്ക് ഒപ്പമാണ്. അടിമപ്പണി ചെയ്യുകയാണ് അവിടുത്തെ സാധാ ഓരോ മനുഷ്യനും. ശ്രീനിവാസൻ്റെ കുറച്ചു ചൈന സന്ദർശനത്തിനിടയ്ക്ക് പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടിമത്വം ലോകത്ത് നടമാടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് എന്ന് നമുക്ക് ശ്രീനിവാസൻ്റെ വാക്കുകൾ കൂടെ മനസ്സിലാവും. ശരിക്കും നിങ്ങൾക്കായി ഞാൻ ആ ശ്രീനിവാസൻ്റെ കുറച്ച് വാക്കുകൾ, ശ്രീനിവാസൻ ചൈനയിലെ വൻമതിൽ സന്ദർശിച്ച ശേഷം നടത്തിയ കുറച്ച് വാക്കുകൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്കായി കേൾപ്പിക്കാം. ഒരു ചരിത്ര സ്മാരകം ഇതല്ലാതെ വേറെ ലോകത്ത് എവിടെയുമില്ല എന്നാണ്. നാളെ ഇതുപോലൊരു ചരിത്ര സ്മാരകം, ഇതിന് സമാനമായതോ ഇതിൻ്റെ അടുത്തെത്തുന്നതായ ഒരു ഇതുപോലുള്ള സ്മാരകം ഉണ്ടാക്കാൻ ലോകത്തിന് കഴിയുമെന്ന് വിചാരിക്കുന്നുമില്ല. ഈ മതിലിൻ്റെ നിർമ്മാണം കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികൂലമായ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ചൈനീസ് ജനതയുടെ അധ്വാനത്തിൻ്റെ, മിടുക്കിൻ്റെ ഒരു ഉദാഹരണമായിട്ടും ഇത് കാണിക്കാവുന്നതാണ്. ഇന്നും അധ്വാനത്തിൻ്റെ കാര്യത്തിൽ ചൈനയിലെ ജനങ്ങൾ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നതയിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ കണ്ണ് തുറന്നു. വരുന്നത് വരട്ടെ എന്നുള്ള, ഏകദേശം മരിക്കാൻ അധികം സമയമൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നത്. എന്നാലും കുറച്ച് കടന്നുകൈയായി പോയി എന്ന് ഇതിൻ്റെ നിർമ്മാതാവിനോട് എനിക്ക് ഒരു പരാതിയുണ്ട്. അറിയേണ്ട കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളും രാജാവ് അടിമകളാക്കി വെച്ചിരുന്ന ആളുകളും ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയിരുന്ന ആളുകളും അങ്ങനെ രാജാവിൻ്റെ കണ്ണിൽ കുറ്റവാളികളായിരുന്ന ആളുകളെയൊക്കെ ഈ മതിലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇതിൻ്റെ നിർമ്മാണത്തിനിടയിൽ അവരെ ശക്തമായി നിർബന്ധിച്ച് ചിലപ്പോൾ തല്ലി ഇങ്ങനെയൊക്കെ ജോലി ചെയ്യിച്ചിട്ട് ഇതിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ നിർമ്മാണത്തിനിടയിൽ മരിച്ചു എന്നുള്ളത് ഒരു ദയനീയമായ വാസ്തവമാണ്. അപ്പോൾ പാറയും ഈ ഇഷ്ടികയും കല്ലും മാത്രമല്ല, ഈ മതിലിൻ്റെ അടിയിൽ ആ മരിച്ച 10 ലക്ഷത്തിൽ പരം ആൾക്കാരെ, അവരുടെ ചോരയും നീരും അവരുടെ ശരീരവും അതിൻ്റെ പുറത്താണ് ഈ കല്ലുകളെല്ലാം വെച്ച് ഈ മതിൽ ഉയർത്തിയത് എന്നുള്ളത് ഒരു വല്ലാത്ത ദയനീയ സത്യമാണ്. അപ്പം ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഈ ഒരു മനസ്ഥിതി ഇവരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇപ്പോഴും അധികമായി ജോലി ചെയ്യുന്നതിന് വേണ്ടി, ജോലിക്ക് വേണ്ടി നിർബന്ധിക്കുന്നത് കൊണ്ട് ഒരു വർഷം തന്നെ ഏകദേശം 6 ലക്ഷത്തോളം പേർ മരിക്കുന്നു എന്നൊരു സർവേ ഉണ്ട്. അത് എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് അന്വേഷിച്ച് അറിയേണ്ട കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യമില്ല. ഒരു കാലത്ത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ
ആ ആശയത്തിൻ്റെ കീഴിൽ അണിനിരുന്ന ഒരു രാജ്യത്ത് ഇത് സംഭവിക്കാൻ പാടുണ്ടോ എന്നെനിക്കറിയില്ല. തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ ആ ആശയത്തിൻ്റെ കീഴിൽ അണിനിരുന്ന ഒരു രാജ്യത്ത് ഇത് സംഭവിക്കാൻ പാടുണ്ടോ എന്നെനിക്കറിയില്ല. വൻമതിൽ നേരിട്ട് കണ്ടതിന് ശേഷം ചൈനയിൽ നിന്നും നേരിട്ട് തന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ശ്രീനിവാസൻ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെയൊരു കമ്മ്യൂണിസം നമുക്ക് ആവശ്യമുണ്ടോ? അടിമത്വത്തിൽ ഊന്നിയ ഒരു വികസനം നമുക്ക് ആവശ്യമുണ്ടോ എന്ന കാര്യം ശരിക്കും ചിന്തിക്കേണ്ടതാണ്.